ഇപ്പൊ മോൾക്ക് മനസ്സിലായല്ലോ മോതിരത്തിന്റെ ശക്തി. അതാ അവളുടെ രക്ഷാകവചം. കണ്ടില്ലേ, അത് നമുക്ക് അടിച്ചു മാറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ആ സമയത്ത് മുത്തശ്ശി വന്ന് ഇടങ്കോലിട്ടത് കണ്ടില്ലേ, അതാണ് എന്റെ ശക്തി. ഒരു പരുവത്തിൽ ഞാനത് ഊരി വാങ്ങിച്ചതാ. ഒറ്റ സെക്കൻഡ് വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്. ആ നേരത്ത് മുത്തശ്ശി വന്നില്ലായിരുന്നെങ്കിൽ. വരുമല്ലോ, അതാണല്ലോ മോതിരത്തിന്റെ പവർ. അവളെ വിട്ട് അത് ഒരിക്കലും പോവില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴിയൊക്കെ ഉണ്ട്, പക്ഷേ മോൾ എന്റെ കൂടെ നിക്കണം. ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കുകയല്ലേ. ഇങ്ങനെ നിന്നാ പോരാ. പിന്നെ ഒരപകടഘട്ടം വരുമ്പോ എന്നെ തള്ളി പറയരുത്. അത് ഈ നിമിഷം വരെ ഞാൻ ചേച്ചി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, പക്ഷെ ഇനി പറയരുത്. അത്രയ്ക്ക് ഭീകര പ്രവർത്തനമാണ് ഞാൻ നടത്താൻ പോകുന്നത്. അതെന്തുവാ? ഞാൻ കേറി അതങ്ങ് മോഷ്ടിക്കാൻ പോവാ. മോഷ്ടിക്കാനോ? ആ, വേറെ വഴിയില്ല. അവള് കുളിക്കാൻ പോകുമ്പോ മാലയും വളയും മോതിരവും ഒക്കെ ഊരി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതുണ്ടാവും തോന്നുന്നില്ല. അതെന്താ? ചത്താലും ആ മോതിരം ഊരാൻ പാടില്ലെന്നാ മുത്തശ്ശിയുടെ കൽപ്പന. കൽപ്പനയൊക്കെ അവിടെ കിടക്കും. ഓരോരുത്തർക്കും ഓരോ ശീലമാ. അവളുടെ ശീലം എനിക്കറിയാം. അവള് കുളിക്കുമ്പോ ഇന്ന് വരെ ആഭരണങ്ങളിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് അവള് കുളിക്കുന്നത് ചേച്ചി എപ്പോഴാ കണ്ടേ? അവള് കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവള് കുളിക്കുമ്പോൾ അവൾ ഊരിവെച്ച ആഭരണങ്ങൾ പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ ആ വഴി തന്നെ നോക്കല്ലേ. സംശയം എന്താ? മോള് ധൈര്യമായിട്ടിരിക്കെ. ആ മോതിരം ഞാൻ അടിച്ചു മാറ്റിത്തരാം. കുഴപ്പമാവോ ചേച്ചി? കുഴപ്പമാവണം. ഇല്ലേ നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും. മോള് വാ, അവക്ക് നീരാടാനുള്ള സമയമായി. വാ മോള്. വാ ഇങ്ങോട്ട്. മോളെ, മോള് ദേ ദേ ഇവിടെ നിൽക്കണം. എന്നിട്ട് ആരെങ്കിലും വന്നാൽ എനിക്ക് സിഗ്നൽ തരണം. എന്ത് സിഗ്നലാ ചേച്ചി? മോൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും സിഗ്നൽ പറ. അത് പിന്നെ കോഴി കൂവുന്ന സിഗ്നൽ. അത് മോക്കറിയാവോ? പിന്നെ അത് കാണിച്ചല്ലേ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മിമിക്രിക്ക് ഫസ്റ്റ് വാങ്ങിച്ചേ. ആണോ? അടിപൊളി, സൂപ്പർ. അത് മതി മോളെ. അവള് കുളിച്ചു തുടങ്ങി. മോൾ ഇവിടെ നിന്നു. അതെ, കോഴി കൂന്ന ശബ്ദം തന്നെയല്ലേ? ഒന്ന് കേൾപ്പിച്ചേ. അതൊക്കെ ഞാൻ സമയമാകുമ്പോ കേൾപ്പിച്ചോളാം. ചേച്ചി ധൈര്യമായിട്ട് ചെല്ല്. ഓക്കേ.